ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചേരുവകളെല്ലാം ചേർത്ത് നമുക്കൊരു ചാറുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരമുറി വെള്ളരിക്ക, ഒരു മുരിങ്ങക്കോല്, ഒരു തക്കാളിക്ക, ഒരു മാങ്ങ, 4 പച്ചമുളക് എല്ലാം കൂടെ എടുക്കുന്നുണ്ടേ. ഇനി ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങയും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. വെള്ളരിക്കായും മുരിങ്ങക്കോലും തക്കാളിക്കായും മാങ്ങായും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളരിക്കായും മാങ്ങായും എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് വെള്ളരിക്കായും മാങ്ങായും തക്കാളിക്കായും എല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ, 4-5 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവായും കടുക് കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന ഉള്ളിയും മുളകും എല്ലാം കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം കറിയുടെ മീതേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച മാങ്ങായും മുരിങ്ങക്കോലും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കോലും എല്ലാം നമുക്ക് കടുക് താളിച്ച് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുകയും വേണേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവേ. നമ്മുടെ കറിയുടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കൂടെ ഇട്ട് കൊടുക്കാവേ. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വഴറ്റിയതെല്ലാം കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാവേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.